ഇന്ന് എന്നെ കാണുമ്പോഴത്തേക്കും നിങ്ങൾ എല്ലാവരും വിചാരിക്കും എന്ത് പറ്റി ഈ കുട്ടി നോർമൽ കാണാത്ത രീതിക്ക്. ഞാൻ എന്നെ അറിയുന്നവർക്ക് അറിയാം, ഞാൻ എപ്പോഴും പ്ലീറ്റ് എടുത്ത് സാരി ഉടുക്കാറില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾക്ക് സെമി ലിനൻ കളക്ഷൻ സാരീസ് കാണിച്ചു തരാനുള്ള പ്ലാനില്ല ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, നിങ്ങൾക്ക് ഞാൻ എന്തൊക്കെ പറയുമായിരിക്കും. നോർമലി പ്രൈസ് റേഞ്ച് നിങ്ങൾക്ക് ബോം പ്ലാസ്റ്റിക് ആയിട്ടുള്ള പ്രൈസ് റേഞ്ച് ആണ്, അല്ലെങ്കിൽ ഷെയ്ഡ്സ് നല്ലതാണ് എന്നൊക്കെ ഞാൻ പറയുമായിരിക്കും. പക്ഷേ ഇത് ഡെയിലി വെയർ യൂസിന്റെ കാര്യം തന്നെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എത്ര പേരായിരിക്കും ഡെയിലി വെയർ, ഡെയിലി വെയർ മേടിക്കും 1500 2000 റേഞ്ചിന് മിക്കവരും സാരി പർച്ചേസ് ചെയ്യുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്കൊരു ഫംഗ്ഷനോ അല്ലെങ്കിൽ ഈവനിങ് ഒരു ഓഫീസ് പാർട്ടി ഉണ്ട്, ഇല്ലെങ്കിൽ ഒരു റിസപ്ഷന് പോകണം, ഒരു ബർത്ത്ഡേ ഫംഗ്ഷന് പോകണം, എത്ര പേര് ഇങ്ങനത്തെ സാരി പ്രിഫർ ചെയ്തിരിക്കും? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫംഗ്ഷൻസിന് ഒരുവിധപ്പെട്ട ബുജി ടീംസ് ഒക്കെ സെമി ലിനൻ സാരി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടാവും. അതിനോട് എങ്ങനെ സ്റ്റൈൽ ചെയ്യും? സെയിം ബ്ലൗസ് ആയിരിക്കും, ഇല്ലെങ്കിൽ ഒരു വൈറ്റ് കോൺട്രാസ്റ്റ് ബ്ലൗസ് ആയിരിക്കും ഇട്ടുകൊണ്ട് വരുന്നത്. അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് സ്ഥിരം കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓക്സിഡൈസ് ജ്വല്ലറി ആയിരിക്കും കാണുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം എന്റെ രീതി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ രാവിലെ ഓഫീസിൽ പോകുന്നു, ഈവനിങ് ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷന് പോകണം എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ ഇതിനെ കൂടെ സ്റ്റൈൽ ചെയ്തിരിക്കുന്നത് ഒരു നോർമൽ എന്താ പറയുക ജീൻസിലൂടെ ഇടുന്ന ഒരു ടോപ്പ് ഉണ്ടാവുമല്ലോ, അത് തന്നെ അതേ കണ്ടോ, ഫുൾ ലെങ്ത് ടോപ്പാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾ രാവിലെ എന്തായാലും ഓഫീസിൽ പോകുമ്പോഴത്തേക്കും ഫുൾ സാരി പ്ലീറ്റ് എടുത്ത് മേളിൽ കയറ്റി ആയിരിക്കുമല്ലോ പിന്നെ ഒത്തുന്നത്. നിങ്ങൾക്ക് ഈവനിങ് വരുമ്പോഴത്തേക്കും അതേ സാരി തന്നെ നിങ്ങൾക്ക് സെയിം ഷെയ്ഡ് നിങ്ങൾക്ക് ഒരു ടീഷർട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ടോപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ സിമ്പിളായിട്ട് ചെയ്തെടുത്തോണ്ട് പോവാം. അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരുടെ കയ്യിലും എന്താ പറയുക ഡെയിലി ഒരു ഫംഗ്ഷന് പോകാനായിട്ട് ഒരു 5000 അല്ലെങ്കിൽ 10,000 റുപ്പീസിന്റെ ബഡ്ജറ്റിന് സാരി സെപ്പറേറ്റ് മേടിക്കണം എന്നില്ല. എന്നാൽ ഡെയിലി ഓഫീസിൽ പോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് സാരി ഉണ്ടാവും കയ്യിൽ. അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ചൊന്ന് മിക്സ് ആൻഡ് മാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെയിം സാധനം ഡിഫറെന്റ് ഒക്കേഷൻ നിങ്ങൾക്ക് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സെമി ലിനൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എപ്പോഴും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടല്ലോ, ഞാൻ ഉടുത്തപ്പോൾ തന്നെ അടങ്ങി ഒതുങ്ങി കിടക്കുന്ന വലിയ ബഹളമൊന്നും വെക്കാത്തൊരു ഫാബ്രിക്കാണ് സെമി ലിനൻ എന്ന് പറയുമ്പോഴത്തേക്കും. മാത്രമല്ല കളർ കോൺട്രാസ്റ്റ് നന്നായിരിക്കും വരുന്നത്. ഇപ്പൊ ബ്ലാക്കിൽ തന്നെ വൈറ്റും സംഭവങ്ങൾ വരുമ്പോൾ ഒരു പ്ലെയിൻ ടോപ്പിന്റെ കൂടെ തന്നെ ഒരു ഭംഗിയുണ്ടല്ലോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ ഷെയ്ഡൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ പ്രൈസ് വരുന്നത് 1400 1200 സാധനം എൻ്റെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ 1400 ആണ് ഇപ്പൊ ഞാൻ ഉടുത്തേക്കുന്ന സാരി ആണെങ്കിലും, അല്ലെങ്കിൽ ഞാൻ ഈ കാണിക്കാൻ പോകുന്ന സാരി എല്ലാം 1400 ബഡ്ജറ്റ് വരുന്നതാണ്. ഇതിന്റെ കൂടെ ബ്ലൗസ് പീസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യുന്നത് ഇത്ര മാത്രം, ഇതിന്റെ കൂടെ വരുന്ന ബ്ലൗസ് പീസ് നിങ്ങൾക്ക് ഒരു നോർമൽ ബ്ലൗസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് എന്താ പറയാ, ഇപ്പൊ സെയിം ഷെയ്ഡ് എല്ലാവരുടെ കയ്യിലും സെയിം ഷെയ്ഡ് ടോപ്പ് ഉണ്ടാവണമെന്നില്ല. നിങ്ങൾ ഈ പറഞ്ഞ പോലെ വൈറ്റിന്റെ എന്തെങ്കിലും ജീൻസ് ഇടുന്ന ടോപ്പോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഈവനിങ് ഫംഗ്ഷന് സുഖമായിട്ട് എടുത്തോണ്ട് പോവാം. എല്ലാവരും ചെയ്യുന്ന പോലെ ഓക്സിഡൈസ് ജ്വല്ലറി ഒക്കെ ഇടുന്നതിന് പകരം സെയിം ഷെയ്ഡ് ഒരു മുത്തുമാല മേടിച്ചാൽ പോലും ഇപ്പോഴത്തെ കാലത്ത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ. കാരണം പ്രത്യേകിച്ച് ഇത്രയും നല്ല ഷെയ്ഡ് സാരി വരുമ്പോഴത്തേക്കും സെയിം ഷെയ്ഡ് ഒരു എന്താ പറയാ മാലയും ബീഡ് മാലയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ്. ഓക്സിഡൈസ് ജ്വല്ലറി ഇപ്പൊ ഒരാൾ ഇട്ടു നിങ്ങൾക്ക് ഇഷ്ടമായി, അതേപോലെ നിങ്ങളും ചെയ്യുമ്പോൾ ഒരു വ്യത്യാസം തോന്നത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സാരിയുടെ കൂടെ തന്നെ പ്രോപ്പർ ഒരു ബാഗ് ഡിഫറെന്റ് ആയിട്ട് യൂസ് ചെയ്താൽ പോലും ഇതൊക്കെ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന സാരിയാണ്. അപ്പോൾ എന്തിനാ വെറുതെ ഒരു എന്താ പറയാ ഒരു നോർമൽ എന്താ പറയാ അടുത്ത റിലേറ്റീവ് ആണ് അല്ലെങ്കിൽ ഫ്രണ്ടിന്റെ ആണ് അല്ലെങ്കിൽ ഓഫീസ് ഒരു പാർട്ടിക്ക് വേണ്ടി നിങ്ങൾ അത്രയും സ്പ്ലേജ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ സാരീസ് കാണിക്കുന്നത്. അപ്പോൾ കാണാത്ത ഫാബ്രിക് ഒന്നുമല്ല. ഇന്നലെ ഞാൻ ഈ സാരി ഇന്ന് കാണിക്കാനുള്ള റീസൺ, ഇന്നലെ ഞാൻ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ എപ്പോഴും ന്യൂസ് കാണുന്ന ആളല്ല. എന്താ പറയുക വീട്ടിൽ ന്യൂസ് ചാനൽ ഇട്ട സമയത്ത് അതിലെ ആങ്കർ എന്താ പറയുക ലിനൻ സാരി സെമി ലിനൻ സാരി കൊടുത്തോണ്ടിരുന്നത്. എൻ്റെ ഹസ്ബൻഡ് ചിന്തിക്കാതെ ഏത് സാരിയാണ് അതെ. അപ്പൊ ഞാൻ ആലോചിച്ചു ആ സെമി ലിനനൊക്കെ ഇപ്പൊ ആങ്കറും യൂസ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് അപ്പം അത്രയും ഭംഗിയുണ്ട്. ആ ടി വിയിലൊക്കെ അത് വന്നപ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡെയിലി വെയർ ഒക്കെ ആയിട്ട് സ്ഥിരം സൽവാറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതിനെക്കാട്ടും സാരീസ് പ്രിഫർ ചെയ്ത് തുടങ്ങേണ്ട കാലം എത്തി കേട്ടോ. കാരണം നോക്കിക്കേ ഇത്രയും നല്ല ഷെയ്ഡും കാര്യങ്ങളും കിട്ടുന്നു, അതും 1400 വിത്ത് ബ്ലൗസാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു സൽവാറോ കുർത്തയോ മേടിക്കണമെങ്കിൽ തന്നെ അതിന് സെയിം ആയിട്ട് നിങ്ങൾക്ക് ഒരു പലാസോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ലെഗിങ്സ് മേടിക്കേണ്ടി വരും. സാരി ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എത്ര നാൾ വേണോ യൂസ് ചെയ്യാം. കണ്ടോ ഇത്രയും സോഫ്റ്റ് ആണ്, എപ്പോഴും അയൺ ചെയ്ത് വെക്കണം എന്നില്ല. പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ വാഷ് ചെയ്യാം. ഇടയ്ക്ക് വെച്ച് എൻ്റെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു സാരീസ് എങ്ങനെയാ വാഷ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട്. ഹാൻഡ് ടൈറ്റ് ഹാൻഡ് ബ്ലോക്ക് അങ്ങനെയൊക്കെ വരുന്ന സാരിയൊക്കെ നമ്മൾ എപ്പോഴും പറയും ഒന്ന് ഡ്രൈ ക്ലീനിങ്ങിൽ കൊടുത്തേക്കൂ എന്ന് പറയും ഫസ്റ്റ് എപ്പോഴും. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഡെയിലി വെയർ സാരീസ് ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാം, എല്ലാ ദിവസവും സാരി ഉടുത്തിട്ട് അപ്പം തന്നെ കഴുകാറില്ല എന്ന് എനിക്കറിയാം. കാരണം ആരും ചെയ്യില്ല. നമ്മൾ ആദ്യം തണലത്തിട്ടൊന്ന് ഉണക്കിയെടുക്കും. കാരണം നിങ്ങൾ എന്തും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ആ വെള്ളം നനവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് എന്താ പറയാ ഏതെങ്കിലും ഷെയ്ഡ് നേരെ കൊണ്ട് സുഖില്ല താഴെ ഇടാനല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ഒരു
ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും കൊണ്ടുവച്ച് ഒന്ന് ഉണക്കി കഴിഞ്ഞിട്ട് 2-3 പ്രാവശ്യം എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് വാഷ് ചെയ്തെടുക്കുക. എങ്ങനെ വാഷ് ചെയ്യാം? വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ട് എളുപ്പപ്പടിയൊന്നും ചെയ്യരുത്. കുറേ നാൾ സാരി പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബക്കറ്റിനകത്ത് നിങ്ങളുടെ ഷാമ്പു വെച്ച് എന്താ പറയുക ഇത് കഴുകിയെടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഡിറ്റർജന്റ് ഉണ്ടാവും. ഡിറ്റർജന്റിനെക്കാട്ടിലും ഞാൻ പറയും ഹെയർ ഷാമ്പു നോർമൽ വലിയ കോസ്റ്റ്ലി ആയിട്ടൊന്നും അല്ല പറഞ്ഞേ, ഒരു ഷാമ്പു മേടിക്കാം. അതിനകത്ത് അപ്പം തന്നെ മുക്കി വെച്ചാൽ 1 മണിക്കൂർ കഴുകൊക്കെ പോയിട്ട് കഴുകാന്നൊക്കെ പറയണമെങ്കിൽ മോളെ തീർന്നു. അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യരുത്. അപ്പോൾ തന്നെ വാഷ് ചെയ്ത് അങ്ങ് എടുക്കാം. വലിയ വെയിലൊന്നും ഇല്ലാത്ത സ്ഥലത്ത് നോക്കി നിങ്ങൾക്കത് ഉണക്കിയെടുക്കാം. പിന്നെ അയൺ ചെയ്ത് പ്രോപ്പറായിട്ട് വെക്കാം. ഇപ്പം 1 ടൈം യൂസ് ചെയ്തു, നിങ്ങൾ 2-3 മാസത്തേക്ക് യൂസ് ചെയ്യില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ചേക്കരുത്. അയൺ ചെയ്ത് വെച്ചിട്ട് ഫോൾഡ് മാറ്റണം. ഒരേപോലെ മടക്കി അതിങ്ങനെ ഭൂതക്കാണ്ടി പോലെ ഇരിക്കും. അതൊന്നും ചെയ്യരുത്. സാരി 1 മാസം 2 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഒന്ന് ഫോൾഡ് മാറ്റി ഒന്ന് കൊടുക്കണം. ഇനിയും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ചോദിച്ചോ, പറയാം. ഇതേ കണ്ടോ, ഞാനിപ്പോൾ എത്ര സാരി കാണിച്ചു? 2-3 സാരി കാണിച്ചു. കണ്ടില്ലേ, ഇത്രയും നല്ല പ്രിന്റും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾ ആ ഫാബ്രിക് 1400 എന്ന് എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയുന്നതിന് എന്താ കുഴപ്പം? അങ്ങനെയൊന്നുമില്ല. ചില കാര്യങ്ങൾ വില കുറഞ്ഞാലും എന്താ പറയുക ഭംഗി ഉണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടൊക്കെ കൊടുത്തോണ്ട് പോകുമ്പോഴത്തേക്കും നല്ല രസമാവും. എത്രയോ കൊച്ചു കുട്ടികൾ, ഞാൻ എപ്പോഴും സ്ഥിരം എന്താ പറയുക കുട്ടികളൊക്കെ യൂസ് ചെയ്യുന്ന സാരി ശ്രദ്ധിക്കുമ്പോഴത്തേക്കും ഇത് ഒരു വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് കേട്ടോ. സെമിലിൻ കുറേ കുട്ടികൾ കൊടുക്കുന്നുണ്ട്, TV ആങ്കേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, സീരിയൽ ആക്ട്രസസ് യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഫംഗ്ഷന് പോകുമ്പോഴത്തേക്ക് എപ്പോഴും മറ്റേ സിൽക്ക് സാരി തന്നെ വേണം, ഇല്ലെങ്കിൽ എന്താ പറയുക ഹെവി വർക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒരു കുർത്തി വേണമെന്നൊന്നും വിചാരിക്കുന്നതിനെക്കാട്ടിലും ഇതേപോലത്തെ ഷെയ്ഡും കാര്യങ്ങളൊക്കെ നോക്കി ഒരു സാരി സെലക്ട് ചെയ്യാം. കാലം മാറി കഥ മാറി. അതാണ് കാലം മാറി കഥ മാറി, കാലം എങ്ങോട്ട് പോയി. അപ്പൊ അതുപോലെ ഇതേ കണ്ടോ, വളരെ സോഫ്റ്റ് ആണ്. അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. പിന്നെ സാരി ഉടുക്കുമ്പോഴത്തേക്ക് അയ്യോ അവിടെ ഇത് പ്രശ്നമാണ്. സാരി ഉടുക്കുമ്പോഴത്തേക്ക് ഇത്രയും ഭംഗി വേറെ ഒരിടത്തും കിട്ടില്ല. ഞാൻ പിന്നെയും പറഞ്ഞിട്ട് റീസൺ ഞാൻ പറയാം. നിങ്ങൾക്ക് വയറുണ്ട്, സാരി ഉടുത്തോ അറിയില്ല. അല്ലെങ്കിൽ എന്താ പറയുക ഹൈറ്റ് കുറവുണ്ട്, ഇല്ല. നിങ്ങൾ ഹൈറ്റ് കുറവെന്ന് ചിന്തിക്കുന്നതിനെക്കാളും ആളുകൾ ആദ്യം ശ്രദ്ധിക്കാൻ പോകുന്നത് നിങ്ങളുടെ അറ്റയർ ആയിരിക്കും. ബാക്കി ഏത് ഡ്രസ്സിനാണെങ്കിലും ആൾക്കാർക്ക് പല അഭിപ്രായം വരും. സാരി ഉടുത്തിട്ട് ഒരു പെൺകൊച്ചിന് ആരാ കുറ്റം പറയാൻ പോകുന്നത്? ആരും കുറ്റം പറയാൻ പോകില്ല. കുറ്റം പറയണമെങ്കിൽ അപ്പം തന്നെ കണ്ടിക്കുത്തിക്കോ, വേറെ ഒന്നും ചിന്തിക്കരുത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ സാരീസൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1400 rupees. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് വേറെ കാര്യം കണ്ണിക്കുത്താനും നിൽക്കരുത്. പക്ഷെ പെപ്പർ സ്പ്രേ എങ്കിലും ബാഗിനകത്ത് ഉണ്ടാവണം. എൻ്റെ ലവ് മാരേജ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ബാഗ് ആദ്യം പുള്ളിക്കാരൻ നോക്കിയ സമയത്ത് പെപ്പർ സ്പ്രേ കണ്ടു. അപ്പോൾ എന്താ ഞാൻ നാട്ടിലൊക്കെ നടക്കല്ലേ, പെൺകുട്ടികളുടെ കയ്യിൽ മെയിൻ ആയിട്ട് നിങ്ങൾ ലിപ്സ്റ്റിക് ഇടുന്നുണ്ടാവും, ഹെയർ കോംബ് ഇടുന്നുണ്ടാവും, പെർഫ്യൂം ഉണ്ടാവും. പക്ഷെ പെപ്പർ സ്പ്രേ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ ആമസോണിൽ കിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ മേടിച്ച് ബാഗിനകത്ത് ഇട്ടേക്കാം. കൊച്ചുങ്ങളുള്ള സമയത്ത് സൂക്ഷിക്കണം. അപ്പോൾ ഇതേ കണ്ടോ, അവസാനത്തെ സാരി ഇതാണ്. അപ്പോൾ ഇതൊക്കെ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ അറിയാം. 1400 rupees ആണ് ബഡ്ജറ്റ്. എല്ലാത്തിനും കൂടി ബ്ലൗസ് പീസ് അവൈലബിൾ ആണ്. അപ്പോൾ കീപ് ഷോപ്പിംഗ്. എന്നെ കണ്ടും മടുക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു രക്ഷയിൽ ഞാൻ പിന്നെ വരും. ബൈ.